അത്യുന്നതനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നു മുതൽ സംഖ്യാപുസ്തകത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വായനാ ഭാഗം സംഖ്യാപുസ്തകത്തിലെ 1ഉം 2ഉം അധ്യായങ്ങളാണ്. ആദ്യ നോട്ടത്തിൽ ഈ അധ്യായങ്ങൾ ജനസംഖ്യ എണ്ണലിനെയും പാളയ ക്രമീകരണത്തെയും കുറിച്ചുള്ളവയെന്ന് തോന്നാമെങ്കിലും അവയിൽ ആഴത്തിലുള്ള ആത്മീയ സത്യങ്ങളും ദൈവശാസ്ത്രപരമായ അർത്ഥങ്ങളും ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിനുള്ള പ്രായോഗിക പാഠങ്ങളും അടങ്ങിയിരിക്കുന്നു. സംഖ്യാപുസ്തകം ആരംഭിക്കുന്നത് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച ശേഷവും സീനായി പർവ്വതത്തിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ലഭിച്ച ശേഷവുമാണ്. ഇപ്പോൾ ദൈവം തൻ്റെ ജനത്തെ വാഗ്ദത്ത ദേശത്തിലേക്കുള്ള യാത്രയ്ക്കായി ഒരുക്കുന്നു. 1-ാം അധ്യായത്തിൽ 20 വയസ്സിന് മുകളിലുള്ളതും യുദ്ധത്തിന് യോഗ്യരുമായ എല്ലാ പുരുഷന്മാരെയും എണ്ണുവാൻ ദൈവം മോശയോട് കൽപ്പിക്കുന്നു. ഓരോ ഗോത്രവും കുടുംബ വംശപ്രകാരം പ്രത്യേകം എണ്ണപ്പെട്ടു. ഈ ജനസംഖ്യ എണ്ണലിൻ്റെ ഉദ്ദേശം കണക്കെടുപ്പ് മാത്രമല്ല, ക്രമീകരണം, തയ്യാറെടുപ്പ്, ഉത്തരവാദിത്വം എന്നിവയ്ക്കായിരുന്നു. ദൈവം ഇസ്രായേലിനെ ആരാധനയ്ക്കും യുദ്ധത്തിനും തയ്യാറായ ഒരു നിയമ ജനതയായി രൂപപ്പെടുത്തുകയായിരുന്നു. ലേവി ഗോത്രത്തെ ഒഴിവാക്കി എണ്ണപ്പെട്ട യുദ്ധസേനയുടെ ആകെ എണ്ണം 6,3550 ആയിരുന്നു. ലേവ്യർ ഒരു പ്രത്യേക ദൗത്യത്തിനായി വേർതിരിക്കപ്പെട്ടു. സൈനിക സേവനത്തിന് പകരം അവർ സമാഗമന കൂടാരത്തിൻ്റെയും അതിൻ്റെ ഉപകരണങ്ങളുടെയും ദൈവാരാധനയുടെയും ചുമതല വഹിച്ചു. അവർ സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റിലുമായി പാളയമിറങ്ങി അതിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു. 2-ാം അധ്യായത്തിൽ മരുഭൂമി യാത്രക്കിടയിൽ ഗോത്രങ്ങൾ സമാഗമന കൂടാരത്തെ ചുറ്റി എങ്ങനെ പാളയമിറങ്ങണമെന്ന് ദൈവം വിശദമായി നിർദ്ദേശിക്കുന്നു. ദൈവസാന്നിധ്യം തൻ്റെ ജനത്തിൻ്റെ മധ്യേ ഉണ്ടെന്നതിൻ്റെ പ്രതീകമായി സമാഗമന കൂടാരം പാളയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് സ്ഥാപിക്കപ്പെട്ടു. അതിൻ്റെ ചുറ്റുമായി 12 ഗോത്രങ്ങളും അവരുടെ പതാകകളുടെ കീഴിൽ ക്രമമായി നിരത്തപ്പെട്ടു. ഓരോ വശത്തും 3 ഗോത്രങ്ങൾ വീതം പാളയമിറങ്ങി. കിഴക്ക് വശത്ത് യഹൂദ, ഇസാഖർ, സെബുലൂൻ. തെക്ക് വശത്ത് രൂബേൻ, ശിമെയോൻ, ഗാദ്. പടിഞ്ഞാറ് വശത്ത് എഫ്രയീം, മനശ്ശെ, ബെന്യാമീൻ ഗോത്രങ്ങൾ. വടക്ക് വശത്ത് ദാൻ, ആശേർ, നഫ്താലി ഗോത്രങ്ങൾ. പാളയം യാത്ര തിരിക്കുമ്പോൾ ഓരോ ഗോത്രവും നിശ്ചിത ക്രമത്തിൽ നീങ്ങി. ഇങ്ങനെ ദൈവം ഇസ്രായേലിനെ ശാസനയും ഐക്യവും അനുസരണയും ദൈവിക നേതൃത്വത്തിൽ ആശ്രയിക്കുന്ന ജീവിതവും പഠിപ്പിച്ചു. ആത്മീയമായി ഈ അധ്യായങ്ങൾ ദൈവം ക്രമത്തിൻ്റെയും ലക്ഷ്യത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നു. ഓരോ ഗോത്രവും കുടുംബവും വ്യക്തിയും ദൈവത്തിന് വിലപ്പെട്ടവരായിരുന്നു. ജനസംഖ്യ എണ്ണൽ ദൈവം തൻ്റെ ജനത്തെ വ്യക്തിപരമായി അറിയുന്നു എന്ന സത്യത്തെ കാണിക്കുന്നു. ആരും മറക്കപ്പെട്ടില്ല, ആരും അവഗണിക്കപ്പെട്ടുമില്ല. സമാഗമന കൂടാരത്തെ ചുറ്റിയുള്ള പാളയ ക്രമീകരണം ശക്തമായ ആത്മീയ സത്യത്തെ പഠിപ്പിക്കുന്നു. ദൈവം തൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തായിരിക്കണം. ഇസ്രായേലിൻ്റെ വ്യക്തിത്വവും സുരക്ഷയും ദിശയും ഐക്യവുമെല്ലാം ദൈവസാന്നിധ്യത്തിൽ നിന്നായിരുന്നു. ലേവ്യർ നമ്മെ പഠിപ്പിക്കുന്നത് ആരാധനയും വിശുദ്ധിയും ദൈവജനത്തിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണെന്നതാണ്. ഇസ്രായേൽ പുറമേയുള്ള ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നതിന് മുൻപ് അവരുടെ ഉള്ളിൽ ആത്മീയ ക്രമം ഉണ്ടായിരിക്കേണ്ടതുണ്ടായിരുന്നു. ദൈവം ഒരു സൈന്യത്തെ മാത്രമല്ല, വിശുദ്ധിയുള്ള ജനത്തെയും ആഗ്രഹിച്ചു. ഈ അധ്യായങ്ങൾ ദൈവിക വിളിയുടെ സത്യവും വെളിപ്പെടുത്തുന്നു. ഓരോ ഗോത്രത്തിനും സ്ഥാനവും ഉത്തരവാദിത്വവും ദൗത്യവും ഉണ്ടായിരുന്നു. അതേപോലെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഓരോ വിശ്വാസിക്കും ദൈവം നൽകിയ സ്ഥാനവും ലക്ഷ്യവും ഉണ്ട്. ക്രിസ്തീയ ജീവിതം ആശയക്കുഴപ്പത്തിൻ്റെയോ ഒറ്റപ്പെട്ട ജീവിതത്തിൻ്റെയോ ജീവിതമല്ല, മറിച്ച് ദൈവിക നിയോഗത്തിൻ്റെ ജീവിതമാണ്. ദൈവശാസ്ത്രപരമായി സംഖ്യാപുസ്തകം 1ഉം 2ഉം അധ്യായങ്ങൾ ദൈവത്തിൻ്റെ നിയമ വിശ്വസ്തതയെ ഊന്നിപ്പറയുന്നു. ഇസ്രായേലിൻ്റെ വലിയ ജനസംഖ്യ അബ്രഹാമിനോട് ദൈവം നൽകിയ നിന്റെ സന്തതി മഹാജാതിയാകും എന്ന വാഗ്ദാനത്തിൻ്റെ നിറവേറലാണ്. പാളയത്തിൻ്റെ കേന്ദ്രത്തിലുള്ള സമാഗമന കൂടാരം ദൈവം തൻ്റെ ജനത്തിൻ്റെ മധ്യേ വസിക്കുന്നതിൻ്റെ മഹത്തായ സത്യത്തെ മുൻകൂട്ടി സൂചിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവസാന്നിധ്യം സമാഗമന കൂടാരത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. പുതിയ നിയമത്തിൽ ഈ സത്യം യേശു കർത്താവ് മുഖാന്തരം പൂർത്തീകരിക്കപ്പെട്ടു. അവൻ നമ്മുടെ ഇടയിൽ വസിച്ചു. കൂടാതെ പരിശുദ്ധാത്മാവ് വിശ്വാസികളിൽ വസിക്കുന്നതിലൂടെയും ഈ സത്യം നിറവേറുന്നു. ക്രമബദ്ധമായ പാളയം ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ദൈവം കലഹത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെയും ക്രമത്തിൻ്റെയും ദൈവമാണ്. ഇസ്രായേൽ പാളയത്തിൻ്റെ ക്രമീകരണം ആത്മീയ ജീവിതം ക്രമപ്രകാരമുള്ളതാണെന്നും ദൈവിക ജ്ഞാനത്താൽ നയിക്കപ്പെടുന്നതാണെന്നും കാണിക്കുന്നു.
മറ്റൊരു പ്രധാന ദൈവശാസ്ത്ര പാഠം വിശുദ്ധിയും ദൗത്യവും തമ്മിലുള്ള ബന്ധമാണ്. ഇസ്രായേൽ മരുഭൂമിയിൽ വെറും നിലനിൽപ്പിനായി ക്രമീകരിക്കപ്പെട്ടതല്ല, ദൈവ വാഗ്ദാനത്തിലേക്ക് മുന്നേറുന്നതിനായാണ്. അതുപോലെ സഭയും വെറും നിലനിൽപ്പിനല്ല, ദൈവരാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ അധ്യായങ്ങൾ ഇന്നും വിശ്വാസികൾക്ക് അത്യന്തം പ്രസക്തമാണ്. ഒന്നാമതായി, നമ്മുടെ ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സഭയുടെയും ശുശ്രൂഷയുടെയും കേന്ദ്രത്തിൽ ദൈവത്തെ നിലനിർത്തുവാൻ ഇവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തായാൽ ദിശയും സ്ഥിരതയും ഐക്യവും ഉണ്ടാകും. എന്നാൽ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ കേന്ദ്രസ്ഥാനത്താകുമ്പോൾ ആശയക്കുഴപ്പവും വിഭജനവും ഉയരും. രണ്ടാമതായി, ആത്മീയ ശാസനയുടെയും ക്രമത്തിൻ്റെയും പ്രാധാന്യം ഈ അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതം അശ്രദ്ധയുടെയോ അക്രമത്തിൻ്റെയോ ജീവിതമല്ല. പ്രാർത്ഥന, ആരാധന, കൂട്ടായ്മ, അനുസരണം എന്നിവ ആത്മീയ വളർച്ചയുടെ അനിവാര്യ ഘടകങ്ങളാണ്. മൂന്നാമതായി, ദൈവരാജ്യത്തിൽ ഓരോ വ്യക്തിയും വിലപ്പെട്ടവരാണെന്ന് ജനസംഖ്യ എണ്ണൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചിലർ പൊതുവേദിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ മറ്റു ചിലർ നിശബ്ദരായി സേവിച്ചേക്കാം. എങ്കിലും ഓരോ പങ്കും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. നാലാമതായി, ലേവ്യർ വിശുദ്ധിയുടെയും ആരാധനയുടെയും മൂല്യം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ ലോകം ആത്മീയ സമർപ്പണത്തെക്കാൾ വിജയങ്ങൾക്കും നേട്ടങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. എങ്കിലും ദൈവം ഇന്നും തൻ്റെ ജനത്തെ വിശുദ്ധ ജീവിതത്തിലേക്ക് വിളിക്കുന്നു. അവസാനമായി, ഇസ്രായേൽ മക്കളുടെ യാത്രാ ക്രമീകരണം വിശ്വാസികളെ ഐക്യത്തിൽ നടക്കുവാൻ പഠിപ്പിക്കുന്നു. ഇസ്രായേൽ ദൈവത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് മുന്നേറി. അതുപോലെ സഭയും സ്നേഹത്തിലും വിനയത്തിലും ക്രിസ്തുവിനോടുള്ള അനുസരണയിലും ഒരുമിച്ച് മുന്നേറുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ പാളയത്തിൻ്റെ കേന്ദ്രത്തിൽ സമാഗമന കൂടാരം ഉണ്ടായിരുന്നതുപോലെ എൻ്റെ വ്യക്തിജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ശുശ്രൂഷയുടെയും കേന്ദ്രത്തിൽ ദൈവം യഥാർത്ഥത്തിലുണ്ടോ? ദൈവരാജ്യത്തിൽ ദൈവം എനിക്ക് നൽകിയ സ്ഥാനവും ഉത്തരവാദിത്വവും ഞാൻ വിശ്വസ്തയോടെ നിറവേറ്റുന്നുണ്ടോ? ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.